ഇ ഡി പറയുന്നതെല്ലാം ശരിയാ. ഇ ഡി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കളവല്ലേ. ഓരോ ദിവസവും ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എന്താ, ഇ ഡി പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിൽ വെക്കുക, 6 മാസം കഴിയുക, 7 മാസം കഴിയുക, എന്നിട്ട് ഇ ഡിയോട് സുപ്രീം കോടതി ചോദിക്കുക, അല്ലെങ്കിൽ കോടതി ചോദിക്കുക, ബന്ധപ്പെട്ട കോടതി ചോദിക്കുക, എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവൊന്നുമില്ല. പണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ കിട്ടുമെന്ന് പറഞ്ഞു. വിട്ടില്ലേ? ഇന്നും വിട്ടില്ല. അതൊന്നും വാർത്തയില്ല നിങ്ങൾക്കല്ലേ. അപ്പോൾ ഇ ഡിയിൽ ഇങ്ങനെ വിശ്വസിച്ച് കുത്തിയിരിക്കുന്ന കുറേ ആൾ ഞങ്ങൾക്ക് ഈ ലെവലേശം ഗുണ്ടാ പിരിവ് നടത്താൻ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് ഇ ഡി. ഞാൻ ഒന്നും കൂടി വ്യക്തപ്പെടുത്താൻ വേണ്ടി പറയാം. ഗുണ്ടാ പിരിവ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് BJP ഗുണഭോക്താവായിട്ട് ഫണ്ട് വാങ്ങുക, അതോടുകൂടി ഒരു ഭീഷണിയുമില്ല, കേസുമില്ല, എല്ലാം അവസാനിപ്പിക്കുക. BJPയിലേക്ക് ചേരുക, അതോടുകൂടി കേസില്ലാതിരിക്കുക. ഇതിൻ്റെ എല്ലാം പേരെന്തെന്ന്? ഇതാ ഇ ഡി. അതുകൊണ്ട് ഇ ഡിക്ക് വേണ്ടി വാദിക്കണ്ട കേട്ടോ. റിപ്പോർട്ടറുകാരൻ ഇ ഡിൻ്റെ വക്താവാകണ്ട. അതന്നെയാ പരിപാടി. ഒന്നില്ലേ, അത് പ്രസിദ്ധീകരിച്ചില്ല. ഞങ്ങളത് ശക്തിയായി എതിർത്തിരുന്നു. ഇനിയും നോക്കും. അതിൽ ആശയപരമായിട്ട് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞാൽ ഒലിച്ചു പോകുന്ന വോട്ടും ഇടതുപക്ഷ സ്വാധീനമല്ല കേരളത്തിലുള്ളത്. അങ്ങനെ നിങ്ങളെല്ലാം കൂടി ഈ പാർട്ടിയെ എപ്പോഴേ ഇല്ലാണ്ടാക്കുമായിരുന്നു. ഈ മാധ്യമ ശൃംഖലകൾ മുഴുവൻ പാർട്ടിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കടന്നാക്രമങ്ങളെല്ലാം ഉണ്ടായിട്ടും വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിൻ്റെ അപ്പുറം കാണാനുമുള്ള ശേഷിയുള്ളൊരു ജനതയാണ് കേരളത്തിലുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഈ പാർട്ടിയും പ്രസ്ഥാനവും നിലനിൽക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെ ചീട്ടിലൊന്നും നിങ്ങൾ എന്നെ ഇപ്പം കാണുന്നത് എന്തിനാ? നിങ്ങൾ പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും വാർത്ത കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടില്ല. നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. അല്ല, പാർട്ടി കൊടുക്കാൻ നിലപാട് ആര് നിലപാട് പറയുന്നത്? നിങ്ങളാ നിലപാട് പറയുന്നത്? എന്താ നിലപാട് കൊടുക്കണ്ടേ? നിങ്ങൾ നിലപാട് കൊടുക്കുന്നുണ്ടോ? ഒരു നിലപാടും കൊടുക്കുന്നില്ല. ഞാൻ ഇത് പറയുന്നത് എന്താ പറഞ്ഞാൽ, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രയാസമില്ല എന്നുള്ളത്. മാധ്യമങ്ങളെ പറ്റിയും മാധ്യമ മൂലധനത്തെ പറ്റിയും അതിൻ്റെ വർഗ്ഗപരമായ ഉള്ളടക്കത്തെ പറ്റിയും നല്ല ധാരണയുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളാര് പറഞ്ഞാലും അതിൻ്റെ മൂലധന ശേഷി എങ്ങനെയാണെന്നും ആ മൂലധന ശേഷി ആർക്കും വേണ്ടിയിട്ടാണെന്നുള്ളതും അത് തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും എത്രത്തോളം എതിരാണെന്നും കൃത്യമായിട്ട് ധാരണയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളതിൽ അതിൽ വിഷമിക്കൊന്നും വേണ്ട. എനിക്കറിയാം. ഒരു സെൻറ്റൻസ് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ആരെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ആരെങ്കിലും കൊടുക്കുകയോ കൊടുത്തില്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ രാജ്യത്തോട് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സെൻറ്റൻസ് നിങ്ങൾ ഒരു സെൻറ്റൻസ് കൊടുക്കും, നിങ്ങൾ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ല, എനിക്ക് അല്ല, കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഒന്നുകിൽ കലാമൂല്യം വേണം, അല്ലെങ്കിൽ രാഷ്ട്രീയ മൂല്യം ഉള്ളടക്കം വേണം, അല്ലെങ്കിൽ സാഹിത്യമോ കലയോ എന്തെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് വേണം. ഒന്നുമില്ലാത്ത BJPക്കാരൻ്റെ പ്രചരണ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിനിമയാണ്. അത് കേരള വിരുദ്ധമാണ്, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, അത് മുസ്ലിം വിരുദ്ധമാണ്. ഈ 3 വിരുദ്ധതയെ ചേർത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഇമാതിരി ഒരു സിനിമ ഔദ്യോഗികമായിട്ട് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നു എന്നുള്ളത് ശുദ്ധമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. അല്ല, കോൺഗ്രസ് അവസരവാദപരമായ നിലപാട് മാത്രമേ സ്വീകരിക്കുള്ളൂ. നമുക്കെല്ലാം അറിയുന്ന പോലെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയും അതിന് കത്തെഴുതി കൊടുക്കുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇപ്പോഴും തിരുത്തിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോഴും തിരുത്തിയിട്ടില്ല. അതിൽ